ഹലോ, ഇപ്പോൾ നമ്മളുള്ളത് ഓക്ലൻഡിലെ പിഹ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അപ്പോൾ ഇവിടുത്തെ ബീച്ചാണ് ഏറ്റവും ഫേമസ്. അതുപോലെ തന്നെ വൺ ഓഫ് ദ ഡേഞ്ചറസ് ബീച്ചസ് ഇൻ ന്യൂസിലാൻഡ്. പക്ഷെ അതേപോലെ തന്നെ മനോഹരവുമാണ് ഇവിടുത്തെ ബീച്ച് കാണാനായിട്ട്. ഇപ്പോൾ ഒരു വ്യൂ പോയിന്റിൽ നിന്നാണ് ബീച്ചിൻ്റെ വീഡിയോ ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ള ഭാഗങ്ങൾ ഞാൻ താഴെ എത്തിയതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അങ്ങനെ നമ്മൾ പിഹ ബീച്ചിലെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഈ ബീച്ചിൻ്റെ പ്രത്യേകതകൾ, സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. സ്ട്രോങ് റിബ്സ് ഓർ കറൻറ്റ്സ്, പിന്നെ വലിയ തിരമാലകൾ, പിന്നെ ഡീപ്പ് ഇൻഷോർ ഹോൾസ്, അൺസ്റ്റേബിൾ ക്ലിഫ്. അപ്പോൾ എപ്പോൾ വേണോ നമുക്ക് അപകടങ്ങൾ പ്രതീക്ഷിക്കാം. പിന്നെ ഇവിടെ വണ്ടി പാർക്ക് ചെയ്ത് ഇറങ്ങിയപ്പോൾ ഉള്ള ഒരു വ്യൂ ആണിത്. ഇവിടെ നമുക്കൊരു വലിയ മല കാണാൻ പറ്റും. പിന്നെ ഇതേപോലെ പുൽത്തകിടികൾ. ഇതിന് ചുറ്റും മലയാണ്. പിന്നെ ചെറിയ രീതിയിൽ മഴക്കോളുണ്ട്. ഇനി അറിയത്തില്ല ഉച്ചയ്ക്ക് ശേഷം ഇവിടെ മഴ കാണുമോ ഇല്ലയോ എന്ന്. അപ്പോൾ ഇവിടെ എഴുതി വച്ചിട്ടുണ്ടായിരുന്നു, അതായത് ഇവിടെ ബോഡി ഗാർഡ്സ് അവരുടെ ഡ്യൂട്ടി നടത്തുന്നത് ഇതേപോലത്തെ ഫ്ലാഗ്സ് വെച്ചിട്ടുള്ളപ്പോൾ മാത്രമാണ് റെസ്ക്യൂയിങ് പരിപാടികളൊക്കെ അവർ ചെയ്യുന്നത്. ഇല്ലാത്ത സമയം ഫ്ലാഗ്സ് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവില്ല. എന്തായാലും ഇത്രയും ഡേഞ്ചറസ് ആയിരുന്നിട്ട് പോലും ഒരുപാട് ആൾക്കാർ കടലിൽ കുളിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ പിന്നെ ഇത് ഒരുപാട് വീഡിയോസിൽ ഞാനിങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. ന്യൂസിലാൻഡിലെ വൺ ഓഫ് ദ ഡേഞ്ചറസ് ബീച്ചസ് ഇൻ ന്യൂസിലാൻഡ്. കാരണം ഇവിടെ വർഷം തോറും കുറേ പേര് മരിക്കാറുണ്ട്, കുറേ പേര് വെള്ളത്തിൽ പോകാറുണ്ട്. അതിൽ കുറേ പേരെയൊക്കെ ഈ റെസ്ക്യൂ എടുക്കും. പിന്നെ ഈ ബീച്ച് സ്ഥിതി ചെയ്യുന്ന ഒരു ഒറ്റപ്പെട്ട സ്ഥലത്താണ്. ഇങ്ങോട്ട് വരുന്ന റോഡും ഭയങ്കര ഓട്ടിക്കാൻ ഇത്തിരി റിസ്കി ആയിട്ടുള്ള റോഡാണ്. വരുന്ന വഴിക്ക് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം വണ്ടി അവിടെ നിർത്തിയിടേണ്ട അവസ്ഥയൊക്കെ ഉണ്ടായി. അപ്പോൾ നാരോ റോഡാണ്, അതേപോലെ തന്നെ ഒരുപാട് വളവും തിരിവൊക്കെ ഉള്ള റോഡാണ്. അപ്പോൾ ഇതാണ് ബീച്ചിൻ്റെ, നമ്മളിവിടെ ബീച്ചിലെത്തുമ്പോഴുള്ള കാഴ്ച ഇതാണ്. ഇപ്പം നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റുന്ന ഈ ചെറിയ ചെറിയ കല്ലുകൾ ഇങ്ങനെ ഇരിക്കുന്നത്. പക്ഷെ നമ്മൾ വിചാരിക്കും ഇത് ഇളക്കിയെടുക്കാൻ പറ്റുമെന്ന്, പക്ഷെ പറ്റത്തില്ല. കാരണം അത്രത്തോളം ഉറച്ചാണ് ഇതിരിക്കുന്നത്. പിന്നെ ഈ മണൽ പോലെ കാണുന്നത് അത് ഉറച്ചിരിക്കുകയാണ് ശരിക്കും. ഇവിടെ നമുക്ക് ഒരു അടിപൊളി കാഴ്ച കാണാൻ പറ്റും. ഈ പാറക്കല്ലിൻ്റെ മുകളിലായിട്ട് ചെറിയ ഇതേപോലത്തെ കക്ക പോലത്തെ സംഭവം ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നതാണ്. ഇത് വെയിലത്ത് നന്നായിട്ട് തിളങ്ങുന്നതായിട്ട് കാണാൻ പറ്റും. നല്ല കറുത്ത കളറിൽ നല്ല തിളക്കമുണ്ട് ഇതിന്. നേരത്തെ കണ്ട മലയുടെ ബാക്കിയുള്ള ഭാഗമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ സംശയം ശരിയാണെങ്കിൽ ഇതൊരു വോൾക്കാനോ എന്തെങ്കിലും പൊട്ടിത്തെറിച്ചുണ്ടായതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ചെറിയ മലയാണ്. നമ്മുടെ ഈ മലയെ അറിയപ്പെടുന്നത് ലയൺ റോക്ക് എന്നാണ്. ഇതൊരു വോൾക്കാനിക് ഇറപ്ഷൻ്റെ ഭാഗമായിട്ട് ഉണ്ടായത് തന്നെയാണ്.
പിന്നെ ഇവിടുത്തെ മണല് കറുത്ത കളറിലാണ് ഇരിക്കുന്നത്, നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ ഈ മലയുടെ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ വെള്ളം ഇറ്റിറ്റ് വീഴുന്നത് ഇപ്പൊ നമുക്ക് കാണാൻ പറ്റും. ഇപ്പം നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റുന്ന ഈ ചെറിയ ചെറിയ കല്ലുകൾ ഇങ്ങനെ ഇരിക്കുന്നത്. പക്ഷെ നമ്മൾ വിചാരിക്കും ഇത് ഇളക്കിയെടുക്കാൻ പറ്റുമെന്ന്, പക്ഷെ പറ്റത്തില്ല. കാരണം അത്രത്തോളം ഉറച്ചാണ് ഇതിരിക്കുന്നത്. പിന്നെ ഈ മണല് പോലെ കാണുന്നത് അത് ഉറച്ചിരിക്കുകയാണ് ശരിക്കും. ഇവിടെ നമുക്ക് ഒരു അടിപൊളി കാഴ്ച കാണാൻ പറ്റും. ഈ പാറക്കല്ലിൻ്റെ മുകളിലായിട്ട് ചെറിയ ഇതേപോലത്തെ കക്ക പോലത്തെ സംഭവം ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നതാണ്. ഇത് വെയിലത്ത് നന്നായിട്ട് തിളങ്ങുന്നതായിട്ട് കാണാൻ പറ്റും. നല്ല കറുത്ത കളറിൽ നല്ല തിളക്കമുണ്ട് ഇതിന്. നേരത്തെ കണ്ട മലയുടെ ബാക്കിയുള്ള ഭാഗമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ സംശയം ശരിയാണെങ്കിൽ ഇതൊരു വോൾക്കാനോ എന്തെങ്കിലും പൊട്ടിത്തെറിച്ചുണ്ടായതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ചെറിയ മലയാണ്. നമ്മുടെ ഈ മലയെ അറിയപ്പെടുന്നത് ലയൺ റോക്ക് എന്നാണ്. ഇതൊരു വോൾക്കാനിക് ഇറപ്ഷൻ്റെ ഭാഗമായിട്ടുണ്ടായത് തന്നെയാണ്. പിന്നെ ഇവിടുത്തെ മണല് കറുത്ത കളറിലാണ് ഇരിക്കുന്നത്, നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ ഈ മലയുടെ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ വെള്ളം ഇറ്റിറ്റ് വീഴുന്നത് ഇപ്പൊ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് കുറച്ച് അവിടെയായിട്ട് കുറെ മണൽ കൂമ്പാരം ഇങ്ങനെ കാണാൻ പറ്റും, മരുഭൂമിയിലൊക്കെ കാണുന്ന പോലെ. പിന്നെ ഒരുപാട് സന്ദർശകര് ഉണ്ട് ഇപ്പൊ തന്നെ. ഇത് മറ്റൊരു മലയാണ്, വോൾക്കാനിക് ഇറപ്ഷന്റെ ഭാഗമായിട്ടുണ്ടായത്. ഇവിടെയായിട്ട് നമുക്കൊരു
അടിപൊളി കാഴ്ച കാണാൻ പറ്റും. ഈ ഈ മലയുടെ ഇടയിൽ ഒരു വലിയ കേവ് പോലെ കാണുന്നുണ്ട്, ഒരു ഡോറ് പോലെ. അത് നേരെ ചെന്ന് അവസാനിക്കുന്ന കടലിലോട്ടാണ്. ഇതിനിടയിൽ കൂടെ ഇങ്ങനെ തിരകളിങ്ങനെ തിര അടിച്ച് വരുന്നത് നമുക്ക് കാണാൻ പറ്റുന്നു. അപ്പോൾ ഇതിനിടയിലൂടെ വലിയ തിരമാലകൾ അടിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് കടലിൻ്റെ തിര എത്രത്തോളം വൈൽഡാണെന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മൾ കുറച്ചുകൂടി അടുത്ത് നിന്നാണ് തിര കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പിഹ ബീച്ചിൻ്റെ ഇങ്ങറ്റത്ത് നിൽക്കുമ്പോൾ ഉള്ള വ്യൂ ഇതാണ്. നമ്മൾ അതുവഴിയാണ് നടന്നു വന്നത്. കുറേ മലകൾക്കിടയിലൂടെ ഇങ്ങനെ നടന്ന് ഇവിടെ എത്തും. ഇത് നമ്മുടെ ബീച്ചിൻ്റെ ഒരു അറ്റമാണ്. ഇതിനപ്പുറത്തോട്ട് വഴികളൊന്നും കാണുന്നില്ല പോകാനായിട്ട്. വോൾക്കാനിക് ഇറപ്ഷൻ്റെ ഭാഗമായിട്ടാണ് ഈ മലകളൊക്കെ ഉണ്ടാകുന്നതെന്നറിയാം. എന്നാലും ഈ മലകളും ഇതിൻ്റെ ആ ഒരു എന്തോ അതുണ്ടായിരിക്കുന്ന രീതിയും കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലിംഗ് തോന്നുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്നൊരു 360 ഡിഗ്രി വ്യൂ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് പിഹ ബീച്ചിലെ വിശേഷം. ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ പ്രത്യേക റിക്വസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം. കാരണം കാണാത്ത ആൾക്കാർക്ക് കാണാനായിട്ടൊരു അവസരമാണ്. അപ്പോൾ ഈ വീഡിയോയിൽ എൻ്റെ ഭാഗത്തു നിന്ന്, എൻ്റെ സംസാരത്തിൽ നിന്നും കുറേ പിഴകളുണ്ടായിട്ടുണ്ട്. ക്ഷമിക്കുക. വരുന്ന ആളുകളിലുള്ള വീഡിയോയിൽ അത്തരം മിസ്റ്റേക്സ് ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഗുഡ് ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.